ഹലോ! എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാനും നിയമോളും മിന്നും ഇപ്പുള്ള ഞങ്ങളെ വീടിൻ്റെ മുൻപുള്ള കവുങ്ങുന്തോട്ടത്തിലാണ്. ഞങ്ങൾ ഒരാളെ തിരഞ്ഞിറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെ മണിയനെ തിരഞ്ഞിറങ്ങിയതാണ് ഞങ്ങൾ കേട്ടോ. 2 ദിവസമായി മണിയനെ കാണുന്നില്ല. ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചൻ്റെ പേരാട്ടോ മണിയൻ. മിനിഞ്ഞാന്ന് സ്കൂൾ വിട്ട് കുട്ടികളെ കൂട്ടാൻ പോകുമ്പോഴൊക്കെ മണിയനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. മിനിഞ്ഞാന്ന് രാത്രി മുതലാട്ടോ മണിയനെ കാണാതായത്. അപ്പോൾ ഐഷു ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി റോട്ടും വന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇഴജന്തുക്കളും മുള്ളും ഇതൊക്കെ ഉള്ളതും കൂടി ഞങ്ങൾ ഐഷുവിനെ കൂട്ടാണ്ട് കേട്ടോ വന്നത്. അപ്പോൾ ഇതാ ഞാനും മക്കളും കൂടി അവനെ തിരഞ്ഞിറങ്ങിക്കുക കേട്ടോ ഈ പറമ്പിലേക്ക്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും മണിയനെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. കിട്ടൂലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചോറുന്നില്ല. മണിയായി മണി എവിടെടാ? ഇങ്ങോട്ട് വാടാ ഒളിച്ചിക്കാതെ. മണിക്കുട്ടാ ഞാൻ ആ ബക്കറ്റുണ്ടോ നോക്കാം. ഇങ്ങോട്ട് വാടാ. അയ്യോ മണിയായി മണിക്കുട്ടാ എവിടെടാ? മണി മണിയായി പഴയ ഒരു പൊട്ടക്കിണറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയി നോക്കാം. പൊട്ടക്കിണറുണ്ട്. ഇത് നിറച്ചും വെള്ളമുണ്ട് കേട്ടോ. ഇത് പണ്ട് ഈ പറമ്പിലെ കൃഷി ആവശ്യത്തിന് വേണ്ടി കുഴിച്ച കിണറാണ്. ഇവിടുന്ന് മോട്ടർ വെച്ച് വെള്ളം അടിച്ചിട്ടുണ്ടോ. ഇപ്പോൾ ഇത് ഉപയോഗമൊന്നുമില്ല. ഇതിലിതാ ആദ്യമൊക്കെ എപ്പോഴും പന്നിയോ നാഴയും ആടിനെ തീറ്റിക്കാൻ വടക്ക് വീഴുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും പന്നി വീകൽ പതിവായിട്ട് എൻ്റെ മുകളിൽ മൂടിയതായിരുന്നു കേട്ടോ. ഈ കവുങ്ങൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ പകുതിയോളം പോയിട്ടുണ്ട്. ഇതുണ്ടോ എപ്പോഴും പാമ്പൊക്കെ ചത്തെടുക്കണം. ഇപ്പോൾ ഈ ഇത് കാട് നിറഞ്ഞതും കൊണ്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം അവനെ. ഇതാണ് പൊട്ടക്കിണർ. ഇതിലാണ് കുട്ടിച്ചാത്തൻ ഉണ്ടാവുക. കുട്ടിച്ചാത്തൻ ഉണ്ടാവും. വേം പൊയ്ക്കോളി ഇവിടുന്ന്. വേം വരും. കാര്യം പറഞ്ഞതാ. അതന്ന് എനിക്ക് ഇവനെ ഇവിടെ എവിടെയും കാണുന്നില്ല. നമുക്ക് അപ്പുറം ഭാഗത്തൊക്കെ പോയേക്കുക. ഈ നിന്നെ കോലൊക്കെ എടുത്ത് കുത്തി വെക്കുന്നത്. മണീനെ കണ്ടാലറിയില്ല, ചെറുതല്ലല്ലോ. ഇനി മതി പോവാ. ഐശു കരയുന്നുണ്ട്. അപ്പോൾ അവിടെ തിരഞ്ഞിട്ടൊന്നും മണീനെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാനൊരു കാരണമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു അമ്മിണിപ്പൂച്ച ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇതായി പറമ്പിൽ നിന്ന് കേട്ടോ ചത്ത നിലയിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ നിറച്ചും പന്നീൻ്റെയും പട്ടിയും കീരിയൊക്കെ ഉള്ളതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കടിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ വന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും അവനൊന്നും പറ്റാണ്ടിരിക്കട്ടെ വിചാരിച്ചിട്ട്. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ കൂടെയൊക്കെ ഭയങ്കരമായിട്ട്
കുട്ടികളുടെ കൂടെയൊക്കെ എപ്പോഴും കളിച്ചെടുക്കും. നമ്മൾ ആരെങ്കിലും ഒന്ന് പോയിരിക്കുമ്പോഴത്തേക്കും നമ്മളെ മടിയിൽ വന്നിരിക്കും, കൂടെ കയറി കിടക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല ഇത്. ഇപ്പോൾ ഇന്നലെയും കൂടെ അതിൻ്റെ നഖമൊക്കെ വെട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുട്ടികളെ മാന്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാക്സിനൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ അങ്ങനെ വളർത്തുന്ന പൂച്ചയായിരുന്നു. അപ്പോൾ അതിനെ കാണാതായപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഉപ്പച്ചിക്കും ഭയങ്കര സങ്കടം. കാരണം ഉപ്പച്ചീൻ്റെ കൂടെ തന്നെയായിട്ട് എപ്പോഴും അവനുണ്ടാവുക. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഐശു അവനെയും കൊണ്ടാ കളിക്കില്ല. ഐശു മണിയാ മണിയാന്ന് വിളിച്ച് ഇങ്ങനെ വിളിച്ച് ഐശു നടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു സങ്കടമുണ്ട്. കാരണം നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടൊരു ഫീലായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് പിന്നെ ഞാൻ കിണറിൽ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടാകുന്ന കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ അവർ ഞങ്ങൾ കാണാത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന പേടിച്ചാണ്. ആദ്യമൊക്കെ നിറച്ചും കവുങ്ങും വാഴയൊക്കെ ഉണ്ടായിരുന്ന സംവിധാനം കൊണ്ട് നമുക്ക് ഇവിടത്തേക്കൊന്നും കാണൂലായിരുന്നു കേട്ടോ. ഇപ്പോൾ കവുങ്ങൊക്കെ നാശമായി പറമ്പൊന്ന് ക്ലീൻ ആയപ്പോൾ നന്നായിട്ട് കാണാം. അപ്പോൾ നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാ അയച്ച് അവിടെ നിന്ന് നോക്കുന്നുട്ടോ. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സങ്കടത്തിലാട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ തെരച്ചിലൊക്കെ നിർത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു അപ്പുറത്തെ ബേക്കിലെ പറമ്പിലേക്ക് അവൻ ഇടയ്ക്ക് പോകലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കട്ടെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പം നമുക്ക് അവിടെയും കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരും. എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒന്നും പറ്റാണ്ട് തിരിച്ച് കിട്ടിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ മണീനെ. നല്ലൊരു പൂച്ചയായിരുന്നു. ഈ ജുനീസ്ക്ക് ഒരു ദിവസം ടൗണിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നുണ്ട്. നമ്മുടെ അമ്മിണി പൂച്ച ചത്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു കുട്ടി പൂച്ചയായിരുന്നു. പിന്നെ നമ്മളടുത്ത് നിന്ന് വളർന്ന് ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്നെ കാണാതായപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ അതാ ഐശു റോട്ടുമ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അപ്പുറം സൈഡും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ അപ്പുറം സൈഡിലൊക്കെ നോക്കിയിട്ടും മണിയനെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെരച്ചിലൊക്കെ നിർത്തി തിരിച്ചു പോന്നു കേട്ടോ. വൈകുന്നേരം ആകാനായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇനി അധികം തിരയേണ്ട വെച്ച് ഞാൻ കുട്ടികളെയും കൂട്ടി തിരിച്ച് വന്നേ. നമ്മൾ കുറേ നോക്കിയിട്ടും അവനെ കിട്ടിയില്ലല്ലോ. ഇപ്പോൾ നമ്മളെ തെറ്റല്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, അവന് വരികയാണെങ്കിൽ വരട്ടല്ലേ. ഞങ്ങൾ തിരിച്ച് പോകുന്നു. അപ്പോൾ ഐശുവിന് അപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കണം. അപ്പോൾ മിന്നു എടുത്ത് കിടക്കാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല കേട്ടോ ആദ്യം. പിന്നെ മിന്നുവിനെ കേട്ടോ അവളെടുത്ത് കിടത്തിയത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒന്നുമില്ല. നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലല്ല, ഞാൻ തുടക്കത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കത് എന്താണെന്ന് അറിയണ്ടേ. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞല്ല, ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാട്ടോ ടെസ്റ്റ് ഞങ്ങളെ മണീനെ തിരിച്ച് കിട്ടിയിട്ടോ. ഞങ്ങളെ റോഡിൻ്റെ അപ്പുറം സൈഡിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ 2 ഫോട്ടോ വിടുന്നുണ്ട് കേട്ടോ. ഇതാണോ നിങ്ങളെ പൂച്ച എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കാണാതായ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ മണീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഭാഗത്തേക്ക് പോയിട്ട് വഴി മാറിപ്പോയതാട്ടോ. വീട്ടിലേക്ക് വരാനുള്ള വഴി മറന്നു പോയതന്നെ. അങ്ങനെ ഇതാ നമ്മുടെ പൂച്ചനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റ, ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.